എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വസ്തന മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് മുത്തശ്ശ മുറിയിലിരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, നയനമോള് പോയപ്പോ വീട്ടില് ഒരാളും അനക്കൊന്നും ഇല്ലാന്ന് പറയാണ്. അത് മാത്രല്ല, ഉണ്ടാക്കുന്ന ഫുഡിനോ ഒരു രുചിയില്ലതാണെന്ന് പറയാ. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, അല്ല, ഇത്തരം കാലം നയനമോൾ ഉണ്ടാക്കിയ ഫുഡല്ലേ കഴിച്ചോണ്ടിരുന്നേ. ഇപ്പോഴല്ലേ ജാനകിയും ഈ പറയുന്ന ജലജയ്ക്കാണെങ്കിലും അടുക്കളയിൽ കിടന്ന് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ആണെങ്കിൽ ഈ പറയുന്ന ദേവയാനിയും ജാനകിയൊക്കെ അടുക്കളയിൽ കയറുമായിരുന്നു. അതുകൊണ്ട് നല്ല രുചിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴ് നയനമോൾ വന്നേ പിന്നെ അവരെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് ഇപ്പം അവരുടെ ഫുഡിങ് ഒന്നും അത്ര ശരിയായ രീതിയിലല്ലെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം വസന്ത അത് ശരിയാ, നായരുമോൾ ഉണ്ടാക്കുന്ന അത്ര രുചിയോട് കൂടിയിട്ട് ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണ. എന്ത് ചെയ്യാനെന്ന് പറ. വസന്ത മുത്തശ്ശി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നയനമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് കോൾ എടുത്തിട്ട് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, എന്തോ ഒരു ക്ഷീണവും തകർച്ചയൊക്കെ ഉണ്ടായിരുന്നു പറയാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്നാ പറഞ്ഞേ. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, എന്നാലും നയനമോൾ എന്തായിരിക്കും പോലും വരാത്തെ. മുത്തശ്ശി പറഞ്ഞു, അതിപ്പം ദേവേന്റെ സർജറി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ആദർശമാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പം ദേവയാനിക്ക് അത് മതി പോലും. മുത്തശ്ശൻ പറഞ്ഞു, ഇനി എന്നാ ഇതൊക്കെ ശരിയാവുന്നേ ദൈവത്തിന് മാത്രം അറിയാം. ദേവയാനി ഇപ്പൊ ഇനി നയനമോളെ സ്വീകരിക്കണമെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. ഇത്ര നല്ലൊരു മരുമകളെ കിട്ടിയിട്ടും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ ദേവയാനി നന്നാവുന്നേ, ഒന്നും അറിയത്തില്ല എന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അതാ എനിക്കൊരു വിഷമം. ഇത്തരം കാലമായിട്ട് സ്വന്തം മരുമകളെ നന്മ ഏതാൻ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലോ എന്ന് പറയാം. എന്നാലും ആ പാലിനകത്ത് ആരായിരിക്കും ആ വിഷം കലർത്തിയത് എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല വസുന്ധരയെന്ന് മുത്തശ്ശൻ പറയാണ്. ഒരു പക്ഷേങ്കിൽ അന്ന് ആ പാല് കുടിക്കേണ്ടിയിരുന്ന നവ്യായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയാനും നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ്. ശരിയാന്ന് വസുന്ധര മുത്തശ്ശി പറയാണ്. ഈ സമയം ആദർശ് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെക്കുറിച്ചുള്ള ചിന്തകൾ ആദർശനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. നയനി ഇല്ലാത്തോണ്ട് മുറിയിലേക്ക് വന്നിട്ട് ഒരു സുഖവും തോന്നില്ല. പിന്നീട് ആദർശ് മനസ്സിങ്ങനെ ആലോചിക്കുക, നയനിക്ക് താന് കൊലുസ് വാങ്ങിച്ചോണ്ട് വന്നേ, പിന്നീട് ആ കാലിലേക്ക് കൊലുസൊക്കെ ഇട്ട് കൊടുത്തേ. എന്ത് രസമായിരുന്നു അവളിവിടെ ഉണ്ടായിരുന്നപ്പോ അവളുടെ വില മനസ്സിലാക്കില്ല. പക്ഷെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അവൾ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം. ആ സമയം ആദർശിന് ഫോൺ ബെല്ലടിച്ചു. ആദർശ് നോക്കിയപ്പോ നയനയാ. ആ നയനെ, ഇപ്പൊ നിന്റെ കാര്യം ഞാൻ ചിന്തിച്ചോളന്ന് പറയണേ. എന്തോ എനിക്കിപ്പൊ നീ മുറി വേണം തോന്നിയെന്ന് പറയാം. അതെ, ശബരിമലയ്ക്ക് പോയിട്ട് വാ, വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണം. എന്താന്ന് അറിയത്തില്ല, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇപ്പൊ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അതൊക്കെ മാറും ആദർശേട്ടാ, ആദർശേട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് അറിയിച്ചേക്കണം കേട്ടോ. ഏത് പാതിരാത്രിയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയണം. എനിക്കൊരു പ്രശ്നമില്ല. അല്ല, എന്തേലും വേദനയോ വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം ഞാൻ പറഞ്ഞത് പറയണം. ശരി ആദർശേട്ടാ, അന്ന് ആദർശേട്ടൻ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ നയനെ കോള് വെക്കുക. ആ സമയത്ത് കനക അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല, ആരാ, ആദർശ് മോനാണോന്ന് ചോദിക്കുക. അതേമ്മേ, ആദർശേട്ടനെ വിളിച്ചെന്ന് പറയാം. ഇപ്പൊ ആദർശ് മോന് പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരു നിമിഷം പോലും മോളെ കാണാതിരിക്കാൻ വയ്യല്ലേന്ന് ചോദിക്കുക. അതെ അമ്മേ, ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാ, മുമ്പത്തെ ആദർശേട്ടനെ അല്ലെന്ന് പറയണം. ഇത് കേട്ടതും കനക പറഞ്ഞു, നവ്യമോളുടെ കാര്യത്തിലും അങ്ങനെയായ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്നാണെങ്കിൽ അഭി വിളിച്ചോണ്ട് വന്നേ, അവരും ഭയങ്കര സ്നേഹത്തിലാന്ന് തോന്നുന്നേ, അല്ലേ മോളെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് നയന പറഞ്ഞു, അല്ല, അത് പിന്നെ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ലമ്മേ, ഞാൻ അവിടെയല്ലോ ഇവിടെയല്ലേ എന്ന് പറയണ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നവ്യമോളാണെങ്കിലും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവിന്റെ കടലിൽ കിട്ടുന്ന സമയമാണ് ഭാര്യമാർക്ക് ഈ സമയം. സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹം വാത്സല്യം തോന്നേണ്ട സമയമാണ്. ആ സമയത്ത് നവ്യമോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ട നയന പറഞ്ഞു, അത് ശരിയാ, ആ കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി ഭാഗ്യവതികളാ. കാരണം എന്നെക്കാളും കൂടുതലായിട്ടല്ലേ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കണേന്ന് ചോദിക്കാം. നയന പറഞ്ഞു, അത് ശരിയാ അമ്മയെന്ന് പറയണം. അതുപോലെ തന്നെ നവ്യമോൾക്കും മതിയായിരുന്നു. ആദർശ് കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. പക്ഷേങ്കില് എനിക്ക് നവ്യമോളുടെ കാര്യത്തിലാ ഇപ്പൊ ടെൻഷൻ എന്ന് പറയണം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, എല്ലാം ശരിയാവുമേ, എല്ലാം ശരിയായി, എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കും എന്നൊക്കെ പറയുവാണ്. പിന്നീട് ദേവയാനി വാർഡിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ട് നേഴ്സുമാരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, ഞാൻ ആ ഐസിയു കടന്നു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിലെ ചിന്ത അവളെ കുറിച്ചായിരുന്നു, നയനയെ കുറിച്ചായിരുന്നു. നിങ്ങൾ നയനയെ കുറിച്ച്
ഇത് എന്താ കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നത്? ഐസി വന്നിട്ട് എന്നോട് ജേട്ടൻ പറഞ്ഞു എന്താണെന്നറിയോ, നയനയെ സ്നേഹിക്കണമെന്നാ പറഞ്ഞ്. എനിക്ക് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പെടെ ഭ്രാന്തളകുന്ന പോലെ തോന്നി. അല്ല, മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറക്ക് കുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മമാരുടെ ജീവന് വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുക. ആദർശ് പറഞ്ഞു, അമ്മ എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുക. അല്ല മോനെ, എന്നെക്കാളും പ്രാധാന്യം നിങ്ങൾ അവൾക്കല്ലേ കൊടുക്കുന്ന ആ നയനയ്ക്ക്. ഞാൻ ഐസി കിടക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥന അവളെക്കുറിച്ചായിരുന്നില്ലേ? ഒരു പക്ഷെ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നയനും ഞാനും ഒക്കെ ഒന്നാവണമെന്നല്ലായിരുന്നോ നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥന എന്ന് ചോദിക്കുക. അവൾക്ക് വേണ്ടല്ലേ ആ സമയം പ്രാർത്ഥിച്ചേ? ഒരു പക്ഷേങ്കിൽ ഇപ്പം ഈ മലയാവട്ടെന്ന് പോലും അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആദർശം ജയനും പരസ്പരം ഒന്ന് നോക്കണം. ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ സമയത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ദേ, നിന്റെ മനസ്സിൽ നല്ല നല്ല ചിന്തകളൊക്കെ മതി, നീ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ജയനും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് ജാനകി അടുക്കളയില് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത്. അനാമിക വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്താമ്മ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. അതെ, ഞാൻ അവിയലുണ്ടാക്കുക. മുത്തശ്ശന് ഇഡ്ഡലിയും അവിയലും കൂടെ കൊടുക്കാന്ന് കരുതി. അവിയൽ ഇഷ്ടമെന്ന് പറയണം. അല്ല, മോൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുക. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കഴിച്ചോളാന്ന് പറയണം. അതൊന്നും പോരാ, മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയണം. അപ്പോഴേക്കും നവ്യ വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് വേണം എന്ന് പറയണ. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയാം. ഓ, നിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരാനോ? അതിന് എന്നെ കിട്ടത്തില്ലെന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വീട്ടിൽ ചെന്ന് പറയാൻ പറയണേ. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അതിന് വീട്ടിലല്ലോ, ഞാൻ ഇവിടെ അല്ലേന്ന് ചോദിക്കും. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എന്റെ അമ്മ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നേനെന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോ, നിന്റെ അനിയത്തി പോയില്ലേ, അതുപോലെ തന്നെ നീയും കൂടെ പോയിക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടിരുന്നപ്പോ അനാമിക പറഞ്ഞു, ഇവര് പോയതുവാ, ഇവർക്ക് ഇവിടുത്തെ സുഖജീവിതം അങ്ങോട്ട് പിടിച്ചു പോയില്ലേ. ഇവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കഞ്ഞിയും പയറുമായിരിക്കും കിട്ടുന്നതെന്ന് പറയാം. നവ്യ പറഞ്ഞു, അതെ കഞ്ഞിയും പയറും തന്നെയാ, നിന്റെ വീട്ടിലും അതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ വെറും കഞ്ഞികളല്ലേന്ന് ചോദിക്കുക. അതുകൊണ്ടല്ലേ നീ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നവ്യനും ഭീഷണിപ്പെടുത്തുവാണ്. ഇപ്പം ജാനകി പറഞ്ഞു, നീ എന്തിനാ നവ്യ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കുക. എന്നോട് എങ്ങനെ സംസാരിക്കുന്നോ അതേ രീതി തന്നെ തിരിച്ച് ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, ഒരു ആള് വന്നേക്കുന്നു, വെറുതെ അല്ല അഭിയേട്ടൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്ത് ചെയ്യാനാ, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയേട്ടൻ്റെ ആണെന്ന് പോലും സംശയമുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് അഭി പറഞ്ഞു, ആണോ അങ്ങനെയാണോ? പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയുടെ ആന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ എങ്കില് നീ നിന്റെ അച്ഛന്റെ ആന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടോന്ന് ചോദിക്കോ. ഇത് കേട്ടെന്ന് മുഖത്തടിയേറ്റവലെ പോയി അനാമികയ്ക്ക്. എടീ, നിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, നിന്റെ അമ്മയോട് ശരിക്കും ഒന്ന് ചോദിച്ചു നോക്കാൻ പറയണം. ചാനി പറഞ്ഞു, ഇതേ നവ്യ, നീ കൂടുതൽ കിടന്ന് കളിക്കണ്ടെന്ന് പറയണേ. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ് എല്ലാം കേട്ടോണ്ട് വാലും ചുരുട്ടി ഇരിക്കാന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന് തിരിച്ച് അതിനെ തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് നവ്യ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോവാണ്. ജാനകി അനാമയ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നേരെ ചെല്ലുന്ന പത്രമൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ജലജയുടെ അടുത്തേക്കാണ് നവ്യ ചെല്ലുന്നത്. ചെന്നിട്ട് അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറയും. എന്ത്? എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറയാം. ഓ, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് എല്ലാം പറയണം. അവിടെയല്ല, എനിക്ക് ഇവിടെ വെച്ച് ഉണ്ടാക്കി തരണമെന്ന് പറയാം. എന്താ ഒരു കാര്യം ചെയ്യാം, നിന്റെ അനിയത്തിനെ ഇങ്ങോട്ട് വിളിക്കുക, അവൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പറയാം. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ ഈ കാര്യം പറയുമായിരുന്നോ? അവൾ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറയാതെ തന്നെ ഉണ്ടാക്കി തന്നേനെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ അന്നൊരു കാര്യം ചെയ്യാം, നീ തന്നെ കയറി അങ്ങ് പാചകം ചെയ്യാൻ പറയണേ. എനിക്കത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങളോട് ഒന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. മര്യാദയ്ക്ക് ഉണ്ടാക്കി തന്നോ, അല്ലെങ്കിൽ ഈ വീഡിയോസ് ഉണ്ടല്ലോ ഞാൻ ഇവിടെ എല്ലാവരും കാണിക്കുമെന്ന് പറഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് കാണിക്കണം. എടി, ഈ വീഡിയോ ഒരു ദിവസം കണ്ടോ, നീ ഇവിടെ എല്ലാവരും കാണിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയണം. അതോടുകൂടി ഈ ബാധയൊന്നും ഒഴിവാകുമല്ലോ. പക്ഷേങ്കിൽ ഇത് കാണിച്ച് നീ എന്നും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക, അറിയാലോ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. വന്നിരിക്കുന്ന മനുഷ്യ ഓരോരുത്തൊരു സ്വസ്ഥത സമാധാനത്തോടെ ഇരിക്കാനായിട്ട് സമ്മതിക്കില്ലെന്ന് പറയണം. അതെ, നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നേ, ആ ചിന്ത വേണമെന്ന് പറയാം. പിന്നെ ചിന്ത വേണം പോലും, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അഭി ഹാളിൽ ഇരിക്കുന്നുണ്ട്. അഭിയെ കണ്ടെന്ന് ജലജയ്ക്ക് ദേഷ്യം വന്നു. ദേ, നീ ഇവിടെ ഇങ്ങനെ വായ നോക്കി ഇങ്ങനെ ഇരിക്കാതെ പോയി രാവിലെ പോയി കുളിച്ചിട്ട് വരാൻ നോക്കടാന്ന് പറയണം. എന്റെ അമ്മേ, ഈ തണുപ്പാങ്കാലത്ത് ഡിസംബർ തണുപ്പി കുളിക്കാനായിട്ടാ, പിന്നല്ലാതെ നീ എന്തിനാ മാലയിട്ടെ? വെറുതെ എടുത്ത് വേണേ മലയ്ക്ക് പോകാനായിട്ട്. അപ്പൊ കുളിക്കുകയൊക്കെ ചെയ്യണ്ടെന്ന് ചോദിക്കും. അമ്മ കുളിക്കാം, കുറച്ചു നേരം കഴിയട്ടെ എന്ന് പറയണം. പിന്നെ മാല ഇട്ടത് എല്ലാരും ഇട്ടു, ഞാനും ഇട്ടു എന്ന് പറയണം. എടാ, നീ മാലയിട്ട് നല്ല പ്രതിശുദ്ധിയോട് കൂടിയിട്ട് അവൾ ഈ പടി ഇറങ്ങി പോകണമെന്ന് പ്രാർത്ഥിച്ച് മലയ്ക്ക് പോകണമെങ്കിൽ അതുകൂടെ പ്രയോജനം ഉണ്ടാവും പറയാ. എന്റെ അമ്മേ, അവള് പടി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. മിക്കവാറും എന്നെ ഇവിടുന്ന് പടി ഇറക്കുമെന്ന് തോന്നേ. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയണം. എടാ, നീ വേണം
അതൊക്കെ മാറ്റിയെടുക്കാണ്ട് അറിയാലോ. എടാ നീ ഒരു കാര്യം എന്തേലും ഒന്ന് ചെയ്യും. അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മരക്കുറ്റി പോലെ ഇരുന്നിട്ട് എന്താടാ അഭി കാര്യം നിൽക്കുക. അമ്മ ഞാൻ എന്തൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങനെ ബലവത്തായില്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണം. ഈ സമയം ചെലജ പറഞ്ഞു, അവൾ ഒറ്റ ഒരുത്തി, കാരണം ഞാനിപ്പോ കിടന്ന് അടുക്കള കിടന്ന് അനുഭവിക്കാണ്ട് പോവാ. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അമ്മേ, ആ നയന ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വായിക്ക് രുചിയായിട്ട് നല്ല ഫുഡ് കഴിക്കായിരുന്നു. ഓഹോ, അപ്പൊ നിനക്കിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ഉണ്ടായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞേ അവരുണ്ടായിരുന്ന സമയത്ത് നല്ല രുചിയോടെ ഫുഡ് കഴിച്ചിട്ടുണ്ടാ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു നല്ല ഫുഡ് പോലും അല്ല കഴിക്കണേന്ന് പറയാണ്. അവളെ കുറിച്ച് പറയരുത്. അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇനി വരുമായിരിക്കും മിക്കവാറും ഏട്ടത്തെ ഇങ്ങോട്ട് വന്നതിന് ശേഷം. അവള് വന്നാലും ഒരു കാരണവശാൽ അവള് സുഖിച്ച് വാഴാണ്ട് പോകുന്നില്ല. അവളോടൊപ്പം തന്നെ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അവളെയും കൂടെ പടിയടിച്ച് പിണ്ടം വെക്കണമെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി ചായ ഒക്കെ ആയിട്ട് ചെല്ലുവാണ്. അങ്ങനെ ജാനകി ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറയും, ഇപ്പം ജാനകിയാണ് അടുക്കളയെന്ന് അറിയാം, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പം നബിമോളുടെ കാര്യങ്ങൾ നോക്കിയേക്കണം കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അവളുടെ കാര്യങ്ങൾ ഞാൻ എന്തിനാ നോക്കുന്നത്? എനിക്ക് അനാബിമോളുടെ കാര്യം നോക്കിയാൽ മതി. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയാം. അങ്ങനെ പറയരുത്, നബിമോളെ ഗർഭിണിയല്ലേ നിൽക്കും. പിന്നെ ഗർഭിണിയാണ് പോലും. അവൾ വന്നിട്ട് ഇതുവരെയായിട്ട് അടുക്കള കയറി ഞാനൊരു ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്ന് പറയണം. അത് അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിലും കൊള്ളാം, ആണെങ്കിലും കൊള്ളാം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, നീ നിന്റെ മോളെ അടുക്കള കയറ്റി ശീലിപ്പിക്കണമെന്ന് പറയാ. എന്തിന്? അവളെ അടുക്കളയെല്ലാം ഞാൻ കയറ്റത്തില്ല. കാരണം അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവളെ കൊണ്ട് അധികം പണിയൊന്നും എടുപ്പിക്കില്ല, അവൾക്ക് സന്തോഷകര ജീവിതം കൊടുക്കുമെന്നൊക്കെ. അതിന് അങ്ങനെ കൂടുതലായിട്ട് പണിയെടുപ്പിക്കണം ആരും പറഞ്ഞോ? പെൺകുട്ടികൾ അത്യാവശ്യം അടുക്കള ജോലിയൊക്കെ ചെയ്ത് പഠിച്ചിരിക്കണം. അതുകൊണ്ട് പ്രയോജനമുള്ളെന്ന് പറയണം. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായ ഇടാനെങ്കിലും, നല്ല ചായ ഇടാനെങ്കിലും പഠിച്ചിരിക്കണം എന്ന് പറയാ. ജാനകി പറഞ്ഞു, അതെ, അവള് വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ അച്ഛാ, അവൾക്ക് ഒന്നും ശീലമില്ലാത്ത കാര്യങ്ങളാ. പിന്നെ നമ്മളായിട്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയല്ല ജാനകി, ഏത് പെൺകുട്ടികളും അടുക്കള കയറി അത്യാവശ്യം പാചകം പഠിക്കണമെന്ന് പറയണം. എന്താണ്, ഞാൻ അവളെ കൊണ്ടൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുണ്ട് അടുക്കള കയറട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വെച്ചുണ്ടായി കൊടുക്കും, അവള് കഴിച്ചാൽ മതി എന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് ജാനകി കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സ്വഭാവം, ഇനി എന്ന് ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റി കുടുംബത്തിലുള്ള സമാധാനം സന്തോഷം വരുമെന്ന് അറിയത്തില്ലെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.